ബ്രോ, അപ്പം നമ്മൾ RJ ക്യാമറയിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സ് ഇല്ലേ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇവർ ഫുൾ ടൈം ഇവർ അപ്ഡേറ്റ് ആണ് ക്യാമറ. അപ്പം നമ്മൾ ഇവരുടെ ക്യാമറ അപ്ഡേറ്റിനെ പറ്റി അറിയാൻ വേണ്ടി തന്നെയാണ്. അപ്പം ഈ ലൊക്കേഷൻ ആദ്യം തന്നെ ഒന്ന് പറയാം. കോട്ടയം ജില്ല മണിമലയിലാണ്. മണിമല ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അടുത്തുണ്ട്. 30 കിലോമീറ്റർ മണിമല ടൗണിൽ നിന്ന്, കോട്ടയം ടൗണിൽ നിന്ന് 30 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏതൊരു ക്യാമറ വാങ്ങി എത്ര? 1100 ക്യാനോണിൻ്റെ ലെൻസ് കിറ്റ് ലെൻസ് സൂപ്പറാണോ? ഓക്കെ. അതിനുശേഷം വരുവാണെങ്കിൽ നിക്കോണിൻ്റെ സൂം ലെൻസും ചേർത്ത് 7500. ഓക്കെ. 5 രൂപ. ഇതെല്ലാം ഫുൾ വർക്കിംഗ് കണ്ടീഷൻ അല്ലേ? നമുക്ക് ചെക്കിംഗ് വാറണ്ടി ആണെങ്കിൽ നമുക്ക് നോർമൽ ക്യാമറാസ് 1 മന്ത്, പിന്നെ 15 മേലോട്ട് വരുന്നൊക്കെയാണ് കമ്പനി വാറണ്ടി ഉള്ള പീസ് നമ്മൾ കമ്പനി വാറണ്ടി ഉള്ളത്. 3000 ഏകദേശം 35 രൂപ വില വരുന്ന ക്യാമറ. അത്യാവശ്യം സ്ക്രാച്ച് ഒന്നും ഇല്ല കേട്ടോ. 35 രൂപ വില വരുന്ന നമ്മൾ കൊടുക്കുന്ന 15 രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ്. 15 രൂപ. ഓക്കെ. നമുക്കിപ്പോൾ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ സെമി പ്രൊഫഷണൽ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് സെമി പ്രൊഫഷണൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 60 ടൈപ്പ് ഒക്കെ ഇരിക്കും. 70D 80D അങ്ങനത്തെ ടൈപ്പ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 60D നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇരിക്കുന്നത് 16,000 രൂപ നമ്മൾ 60D 16,000 രൂപ. പിന്നെ 70D 80D. 70D ഒക്കെ ആകുമ്പോൾ 20 രൂപ 28 രൂപയ്ക്ക് അകത്ത് കണ്ടീഷൻ വൈസ് ആണല്ലോ. കണ്ടീഷൻ വൈസ് ആണ്. ഇതിപ്പോൾ 80D ആണ്. ഇതിപ്പോൾ എത്ര ഏകദേശം എത്ര? 30 അകത്ത് ഇത് സ്കിൻ ഇട്ടോളയാണല്ലേ? അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ക്യാമറാസ് ഉണ്ട്. പിന്നെ നമുക്ക് 60D ഒക്കെ വരുവാണെങ്കിൽ ഏകദേശം 60D ഒക്കെ വരുവാണെങ്കിൽ 20 രൂപ സ്റ്റാർട്ടിംഗ്. 20 രൂപയുടെ 60D ഇരിക്കണോ? എല്ലാം മിക്സ് ആക്കി വെച്ചേക്കുന്നുണ്ട്. എല്ലാ മോഡൽസും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ ഇതാണ് സെമി പ്രൊഫഷണൽ നമുക്ക് ഇവിടെ ഇരിക്കുന്നതിൽ 16,000 രൂപ ഉള്ളു കേട്ടോ. അത് ടച്ച് അല്ലേ? 70D ടച്ച് ആണല്ലേ? വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. 70D ആണെങ്കിൽ 20 രൂപ. ഇത് ടച്ച് ചെയ്തു എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ വേണമെങ്കിൽ ആവശ്യമുള്ളൊരു ക്യാമറയാണ് കേട്ടോ. 15 രൂപ ഇട്ട്. അതിന്റെ ബുഷ് നമുക്ക് വാങ്ങി കൊടുക്കും. ബുഷ് ഉൾപ്പെടെ ചേഞ്ച് ഇട്ട് കൊടുക്കും. 12,000 രൂപ. ഞാൻ എല്ലായിടത്തും വെക്കാൻ പറഞ്ഞില്ല, കാര്യം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയ കാര്യം കണ്ടോ, ഇരുട്ടി നമ്മൾ ഇച്ചിരി താമസം. 200. ഇത് നോർമൽ 200. മാർക്കറ്റ് വരുവാണെങ്കിൽ 32 രൂപ ഇട്ട്. നല്ല ഫ്രഷ് കണ്ടീഷൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം വാറണ്ടി ഉള്ള 3 മാസം 4 മാസം ഒക്കെ വില വരുന്നത് 33 രൂപ. 200 മാർക്കറ്റ്. ഇതിനകത്താകുമ്പോൾ 4K വീഡിയോ കൂടെ നമുക്ക് 1500. ഇതൊക്കെ ആണെങ്കിൽ 8 മാസം കമ്പനി വാറണ്ടി ഉണ്ട്. 8 മാസം ഇനിയും കമ്പനി വാറണ്ടി ഉള്ള ക്യാമറയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റാണ്, സ്ക്രാച്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നി ഷട്ടൊന്നും അടിച്ച് കാണത്തില്ലല്ലോ ഇത്? അത്യാവശ്യം കാണാൻ പറയാം. നല്ല നീറ്റായിട്ട് ഇതിൻ്റെ റബ്ബറിൻ്റെ അവിടെ ബുഷ് പോലും അതിനകത്ത് പെയിന്റ് പോലും മാഞ്ഞിട്ടില്ല. 700. ഇത് അത്യാവശ്യം സെമി പ്രൊഫഷണൽ ക്യാമറ എല്ലാം വരുന്ന ക്യാമറയാണ്. എടുത്ത് പഠിക്കാൻ വേണമെങ്കിൽ 6,000 രൂപ. ഇതേതാണ് നിക്കോന്റെ ആണല്ലേ? ഇതിന് റേറ്റ് വരുന്നത് കുറവാണ്. അതായത് വേണമെങ്കിൽ DSLR എന്ന് പറഞ്ഞ് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ. നേരെ എടുത്ത് 19,000 വാങ്ങാതെ ഇത് ജസ്റ്റ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമറ. നമുക്ക് പ്രൊഫഷണലിലോട്ട് വേണമെങ്കിൽ നമുക്ക് 48 രൂപ ട്ടല്ലേ? അത്യാവശ്യം 5D Mark 4 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്നര ഇപ്പോഴും നിൽക്കുന്ന വെഡിങ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? കാര്യം വെഡിങ്ങിനാണെങ്കിലും മോഡൽ ഫോട്ടോഗ്രാഫിക്ക് എല്ലാം യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. 32,000 രൂപ ഇട്ട് അത്യാവശ്യം കാര്യങ്ങളോ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മള് എനിക്ക് തോന്നുന്നു ഇതൊരു 2 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരുന്ന ഇറങ്ങിയ സമയത്തുള്ളതല്ലായിരുന്നോ? 5D Mark 3 30 രൂപ റേഞ്ച് വരുന്നത്. Mark 3 Mark 4 ഒക്കെ ഏകദേശം എത്ര പീസ് ഉണ്ട്? ഓൺ ആയിരിക്കുകയാണ് ബ്രോ ക്യാമറ. ഇത് സോണി വ്ലോഗിങ് ക്യാമറ അല്ലേ?
ബോക്സ് പീസ്. ഇത് 2 കൊല്ലം മുന്നേ വാറണ്ടി എടുക്കുന്നത്, തീരെ ഉപയോഗിച്ചു. ഇനിയും വാറണ്ടി ഉണ്ടോ? എല്ലാ സാധനങ്ങളും ബോഡി കണ്ടാ അറിയാം. ഓക്കെ. പുതിയത് അങ്ങനെ ഷോറൂം കാണിക്കുന്ന അതേ സെയിം കണ്ടീഷൻ തന്നെ, ഫുൾ കിറ്റ് അടക്കം 2 വർഷം വാറണ്ടി. നമ്മൾ സോണിയുടെ ക്യാമറോട്ട് വാങ്ങി 6400 ഒക്കെ എല്ലാം ചോദിച്ചു ക്യാമറ 6400. ഇതെല്ലാം 63 62 അല്ല 61 6000 അങ്ങനത്തെ. നമുക്കിപ്പോൾ സോണിയുടെ ഒരു 63 ആണെങ്കിൽ ഏകദേശം എത്ര റേറ്റ് വരും? 37,000 രൂപ 40 രൂപ വാറണ്ടി ഉള്ള പീസുകൾ. 6000 ആണെങ്കിലോ 23 രൂപ സ്റ്റോക്ക് ഇരിപ്പുണ്ടോ? ഒരു 6000 അടിക്കാൻ വന്നു ജസ്റ്റ് 27 രൂപയാണ്. സോണി എന്ന് പറഞ്ഞാൽ ഒരു സത്യം ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. 64 ആണെങ്കിൽ എനിക്ക് അതിലും ബെറ്റർ ആണല്ലേ. ഇത് കിറ്റ് ലെൻസ് ആണോ കിടക്കുന്നത്? 3 മാസം പഴക്കേ ഉള്ളൂ. അത് പുതിയ 70,000 രൂപ ഉണ്ടല്ലോ. വാറണ്ടി പീസ് ആണോ? അത് പുറത്തുനിന്ന് ഇനി വാറണ്ടി, കമ്പനി വാറണ്ടി 8 മാസം ഇനിയുണ്ട്. അത്യാവശ്യം വ്ലോഗിങ്ങിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയല്ലേ. കാണുമ്പോൾ പറയാം കേട്ടോ, വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും എൻ്റെ ഇതൊന്നും തോനെ യൂസ് ചെയ്തൊന്നും കാണത്തില്ല. ഇത് മൊത്തത്തിൽ എത്ര ഷട്ടർ കാണും? എത്ര ഷട്ടർ അടിച്ചാൽ? 5000 ഷട്ടർ. അപ്പോൾ ഗോപ്രോ ഇരിക്കുന്നത് ഏതാണ് ഇരിക്കുന്നത്? അത്രയേ ഉള്ളൂ. ഗോപ്രോ 7. ഗോപ്രോ എക്സ്ട്രാ സ്റ്റോക്ക് അനുസരിച്ചുണ്ടല്ലേ. ഗോപ്രോ 9 ഉണ്ട്. 8 ആണെങ്കിൽ 10 രൂപ ഉള്ളൂ. അതായത് 10-27,000 രൂപ വരുന്ന ക്യാമറ അല്ലേ. പകുതി പൈസ. ഇപ്പം എനിക്ക് ലേറ്റസ്റ്റ് മോഡൽ 12 ആണ് ഇറങ്ങിയത്. 12. ഓക്കെ. പിന്നെ നമുക്ക് വരുവാണെങ്കിലേ നമുക്ക് EOS R അല്ലെങ്കിൽ 7M3 7M2 5 മാസത്തെ വാറണ്ടി ഉള്ള പൈസ 77 കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റ് ബോഡിയാണ്, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കണ്ടോ. ഓ പക്ഷെ ഇത് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ അടിയിൽ പെയിന്റ് ഒന്നും പോയിട്ടില്ല, റീപെയിന്റിംഗ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ. അത്യാവശ്യം നല്ല ബോഡി കേട്ടോ. നിങ്ങൾ 7M3 ഇത് അത്യാവശ്യം എത്ര വരുന്നുണ്ട്? ഷട്ടർ ചെക്ക് ചെയ്യണം, ചെക്ക് ചെയ്ത് കൊടുക്കുക. റേറ്റ് എത്ര വരുന്നുണ്ട് ബോഡിക്ക്? 77 രൂപയുള്ളൂ. ഇനിയിപ്പോൾ 5 മാസം വാറണ്ടി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് എന്തോ വേണ്ടത്? EOS R 60 Mark II അങ്ങനെയുള്ള മോഡലുണ്ടോ? പുതിയ കണക്ക് ഇരിക്കുന്നുണ്ട്. വീഡിയോക്ക് ഒന്നും യൂസ് ചെയ്ത ക്യാമറ അല്ലല്ലേ. കാര്യം വീഡിയോ യൂസ് ചെയ്യുമ്പോൾ അടിയിലെ ട്രൈപ്പോഡിലൂടെ ഇത് പാട് വരത്തില്ലയോ. നല്ല പീസാണ്. അതിനൊക്കെ തന്നെ EOS R എത്ര പീസ് ഇരിപ്പുണ്ട് ബ്രോ? EOS R വേറെ R-ന്റെ കൂടി R6 അല്ലെങ്കിൽ R5 അങ്ങ് വരത്തില്ല, വരാൻ സാധ്യത കുറവല്ലേ. അത് വൈൽഡ് ലൈഫിന് യൂസ് ചെയ്യുന്ന ഇപ്പോഴും യൂസ് ഒരു 150-600 ലെൻസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം വൈൽഡ് ലൈഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഏകദേശം എത്ര വരും? അതായത് ക്യാനോണിന്റെ ഒട്ടുമിക്ക ക്യാമറകളുണ്ടല്ലേ, പല മോഡലും പല. നിക്കോണിന്റെ 5200 15 രൂപ. 5.6 ഒക്കെ വരുന്നുണ്ടോ? 25 5.6 25 രൂപ. അത്യാവശ്യം നിങ്ങൾക്ക് ക്യാമറയൊക്കെ 30 രൂപ. അത്യാവശ്യം വലിയ സ്ക്രാച്ച് ഒന്നും ഇല്ല, പക്ഷെ ഒരു പഴക്കമുണ്ട്. നമുക്ക് EOS R ഒന്ന് തോന്നുന്നു നമ്മൾ ഇച്ചിരി മുമ്പ് എടുത്തായിരുന്നു എന്ന് സംശയം. അഡാപ്റ്റർ ഇട്ട് ഇരിക്കുന്നുണ്ടൊരു 750D. അത് തോന്നി ഓടിയിട്ടുള്ളതല്ലോ. കാര്യം അവൻ്റെ നമ്മൾ EOS നമ്മൾ ഇച്ചിരി പറഞ്ഞു EOS R ആണ്. ഇത് എത്ര രൂപ? 18 രൂപയാണല്ലേ. റേറ്റ് കാര്യം അത് അത്രയും EOS R അഡാപ്റ്റർ ഉൾപ്പെടെയാണല്ലേ. അപ്പൊ EOS R ഇപ്പോഴും പോകുന്നുണ്ടോ ഒരുപാട്? R6 ആണ് പോകുന്നത്. R6 അപ്പം പയ്യന്മാരൊക്കെ എടുത്ത് ഒരു അതായത് 5D Mark III അല്ലെങ്കിൽ 80D എന്നൊക്കെ മാറി നേരെ EOS R-ലോട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടല്ലേ. 80Dയുടെ നമുക്കൊന്ന് കാണാൻ മനസ്സിലാകും കേട്ടോ. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പുതിയ കണക്കിരിക്കുന്നല്ലോ ബ്രോ.
കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ ഇതിന്റെ ക്വാളിറ്റിയിൽ. ഇതിന്റെ ഇതിപ്പോ നമ്മൾ 38 വന്നു. ഇതിന്റെ സെയിം ATD തന്നെ നമുക്ക് 32 രൂപയും കൊടുക്കാം. അതായത് ഇച്ചിരി കൂടെ സ്ക്രാച്ച് ഒക്കെ കണ്ടീഷൻ ഇച്ചിരി പഴക്കം യൂസ് ചെയ്തതിന് യൂസ് റേറ്റ് മാറുന്നത്. 35 രൂപ അടുത്ത് വില വരുന്ന നമുക്ക് ഇത് 8 മാസം വാറണ്ടി എടുക്കുന്നു. 19,000 രൂപ 8 മാസം കമ്പനി വാറണ്ടി എടുക്കുന്നു. ഇനിയുണ്ട്. നമുക്ക് അതൊക്കെ തന്നെ IS2 ലെൻസുകളുണ്ടോ? 7200 അല്ലെങ്കിൽ ടെലി ലെൻസിൽ ക്യാനോ സ്പോർട്സ് ലെൻസ് ആയിരിക്കുന്നത് 156 ഉണ്ടോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിയാമോ? അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയ ലെൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഇനിയിപ്പം കാര്യം ഇങ്ങനെ ലെൻസുകൾ കിട്ടാൻ പാടാണ്. കാര്യം മാക്സിമം എല്ലാവരും കൊടുക്കത്തില്ല. കാര്യം അതായത് 1 ലക്ഷം രൂപ പുറത്തുള്ള ലെൻസ് അല്ലേ ഇത് പുതിയത് വരുമ്പോൾ? 38,500. എൻ്റെ കിറ്റ് ഉൾപ്പെടെ എല്ലാ സാധനവും ഉണ്ട്. ഫുഡും അതായത് ഇതുകൊണ്ട് നിങ്ങൾക്കൊരു ക്യാനോണ്ട് ഒരു 90D ആണെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിലോട്ട് ഇറങ്ങാം അല്ലേ? ഫംഗസ് ഇപ്പം ഫംഗസ് ഉണ്ടോ? ഓക്കെ ഓക്കെ. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വൈൽഡ് ലൈഫിന് യൂസ് ചെയ്യുന്നതാണല്ലേ? സ്പോർട്സ് ലെൻസ് അല്ലേ ഇത്? അത്യാവശ്യം ട്രൈപ്പോഡ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അത്രയ്ക്ക് വെയിറ്റ് ഉള്ള സാധനമാണല്ലേ? പാടാണ്. ഇല്ലെങ്കിൽ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 38,500 ഉള്ളൂ കേട്ടോ. ഒരു ഏതിൻ്റെ ടാമറോൺ ആണോ സിഗ്മയാണ്? ഓക്കെ. നമുക്കിപ്പം സാധനമാണ്. റിസൾട്ടിൽ വലിയ കാര്യങ്ങളും ഇല്ല. അപ്പം നമുക്ക് സാധാരണ നമുക്കൊരു സർവീസ് ക്യാമറ സർവീസ് ഉണ്ടോ? RJ ക്യാമറാസ് തന്നെ ആണോ നമ്മൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതാണ്? പിന്നെ നമുക്ക് ഇപ്പം ക്യാനോണിൻ്റെ ലെൻസ് ഇപ്പം ഫേമസ് ആയിട്ടുള്ള 85 അല്ലെങ്കിൽ 50mm ലെൻസൊക്കെ നമുക്ക് 10 രൂപ ഉണ്ട്. സ്ക്രാച്ചോ ഫംഗസോ കാര്യങ്ങളെല്ലാം ഉള്ളതാണോ? 13 രൂപയാവും. അതായത് തേർഡ് പാർട്ടി ആണോ ക്യാനോൺ ആണോ? ക്യാനോൺ തന്നെ. സൂമിങ് ലെൻസ് അല്ലേ അത്? 9 രൂപയ്ക്ക് നമുക്ക് 85ന്റെ 1.4 അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും റെഡ് ഉള്ള ഏതാണ്? റെഡ് അതാ. IS2 ഏകദേശം എത്ര വരും അത്? 30 രൂപ. ഒരു വെഡിങ് എടുക്കണമെങ്കിൽ ഏതാ? 35 ആണോ? എത്ര റേറ്റ്? G Master യൂസ് ചെയ്യുകയാണെങ്കിൽ പക്ക റിസൾട്ട് തന്നെ കിട്ടും തന്നെ അല്ലേ? അവർ കമ്പനി പറയുന്നത് G Master യൂസ് ചെയ്യാനല്ലേ പറയുന്നത്? നിക്കോണിൻ്റെ 5 രൂപ. അത്യാവശ്യം നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ലതാണ്. STM ലെൻസ് അല്ലേ? STM ആണോ? 2 വേരിയന്റ് വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് STM ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെൻസാണ് കേട്ടോ. കാര്യം സൂം ചെയ്താൽ പോർട്രേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 80-135 ഏകദേശത്തെ 8,500. നമുക്കിവിടെ എക്സ്ചേഞ്ച് ഉണ്ട്. ക്യാമറ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഉണ്ട്. പിന്നെ ഇവിടെ EMI കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചെയ്യാം. അല്ലാതെ EMI ചെയ്യുന്നില്ല. നമുക്ക് മണിമല ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഏകദേശം ഓപ്പോസിറ്റ്. അപ്പം നിങ്ങൾ ഏകദേശം എത്ര വർഷമായി സർവീസ് തുടങ്ങിയിട്ട്? 5 വീട്ടിൽ വെച്ച് തന്നെ നേരത്തെ സെയിൽ ചെയ്യുമായിരുന്നു. സ്ഥലം മണിമല തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയം എന്ന് പറഞ്ഞാൽ ഇടുക്കി പത്തനംതിട്ട ബോർഡർ. അതായത് നിങ്ങൾക്ക് ചിലവർക്ക് ചങ്ങനാശ്ശേരി അടുത്ത് അവിടെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ വരാൻ പറ്റും. അല്ലാതെ നിങ്ങൾ പുനലൂരിൽ നിന്ന് അങ്ങനെ ഭാഗം വരുമെങ്കിൽ പത്തനംതിട്ടയിൽ ഇറങ്ങി വരിക. അത് എരുമേലി ബസ് വരുവാണെങ്കിലും മണിമല ബസ്, റാന്നി ഏറ്റവും അടുത്തുള്ള സ്ഥലം കണ്ടോ? റാന്നി, ചങ്ങനാശ്ശേരി സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള ക്യാമറകളുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നത് ഏകദേശം രാത്രിയിലായി പോയി. പിന്നെ സ്റ്റോക്ക് എല്ലാ ആഴ്ചയിലും സ്റ്റോക്ക് വന്നുണ്ട്. കുറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ 7200 ഒക്കെ ആണെങ്കിൽ IS2 ആകുമ്പോൾ ഏകദേശം എത്ര വരും സ്റ്റാർട്ടിങ്? നോൺ IS ആണെങ്കിലോ 20 രൂപ തൊട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇതിന് ഇവർക്ക് ആഴ്ച തോറും ഇങ്ങനെ സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഇപ്പോൾ വീഡിയോക്കകത്ത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും വരില്ല ആ ക്യാമറ ഉണ്ടോ എന്ന് ചോദിച്ചു വരലും. പകരം വിളിച്ച് സ്റ്റോക്ക് വരും. 3 പീസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോക്ക് വരണം. അല്ല വന്നത്. അതാണ് എൻ്റെ നമ്മളൊരു പ്രശ്നം വരുന്നതാണ്. നിങ്ങളിപ്പോൾ വീഡിയോ ഉണ്ട്. ഈ വീഡിയോക്കകത്ത് ഇപ്പം ഒരു 5D Mark 3 28 രൂപയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് വരുമ്പോൾ വിളിച്ച് വെച്ചിട്ട് വരിക. ചിലപ്പോൾ അത് അടുത്ത മോഡൽ വരെ 32-35 ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വിളിച്ച് വെച്ചിട്ട് വരും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
ബ്രോയുടെ പേരെന്തുമായിരുന്നു? ഇത് വരും. റിട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ.